കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജതിസ്വരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങൾ. അതിൽ പഞ്ചരാഗ ജതിസ്വരമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചരാഗ ജതിസ്വരം 5 രാഗത്തിലാണ്. അതിൽ 2 രാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കല്യാണിയും അതുപോലെ ബേഗട 2 പഠിച്ചു കഴിഞ്ഞു. മിശ്രചാപ്പ് താളത്തിലാണത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സ്വാതി തിരുനാളാണ് അതിൻ്റെ രചയിതാവ്. ജതിസ്വരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, സാഹിത്യം ഉണ്ടാവില്ല. ഇനി ഈ പാഠങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സ്വരജതിയാണ്. അതിനെന്താ വെച്ചാൽ സ്വരം ഉണ്ടാവും, സാഹിത്യം ഉണ്ടാവും, അങ്ങനത്തെ പാഠമാണ്. അപ്പോൾ ഈ ജതിസ്വരം നമുക്ക് ഒന്ന് പാടി നോക്കാം. നമ്മൾ കല്യാണിയും പഠിച്ചു, അതുപോലെ ബേഗടയും പഠിച്ചു. കല്യാണിയുടെ ആരോഹണം. കല്യാണി 65ാമത് മേളകർത്താരാഗമാണ്. മേജ കല്യാണി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഷഡ്ജം, ചതുശ്രുതി, ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി, ദൈവതം, കാകലി, നിഷാദം. ഇതാണ് അതിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ. സാ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി സ രി ഗ നി രി നി ധ മ ധ നി ധ നി ധ മ ഗ മ ധ മ ഗ രി സ രി ഗ മ പ ധ നി സ രി നി ധ നി ധ മ ഗ ധ മ ഗ രി സ രി നി ധ നി സ രി ഗ മ പ ധ നി സാ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി സ രി ഗ നി രി നി ധ മ ധ നി ധ നി ധ മ ഗ മ ധ മ ഗ രി സ രി ഗ മ പ ധ നി സ രി നി ധ നി ധ മ ഗ ധ മ ഗ രി സ രി നി ധ നി സ രി ഗ മ പ ധ നി സാ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി ധ പ മ ഗ രി ഗ മ ധ മ ഗ രി സ സാ നി ധ പ രി സ ഗ രി ഗ മ പ ധ പ ധ പ സാ നി രി സ മ ഗ രി സ പ ധ പ രി സ നി ധ പ ധ മ ഗ മ പ ധ പ ധ പ മ ഗ രി ഗ മ ധ മ ഗ രി സ സാ നി ധ പ ഗ രി ഗ മ പ ധ പ ധ പ സ നി രി സ മ ഗ രി സ പ ധ പ രി സ നി ധ പ ധ മ ഗ മ പ ധ പ സാ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി. ഈ ബേഗട രാഗത്തിൻ്റെ ആരോഹണം സ ഗ രി ഗ മ പ ധ പ സ സ നി ധ പ മ ഗ രി സ. ശങ്കരാഭരണത്തിൻ്റെ ജന്യാണ്. പക്ഷെ അതിൽ നിഷാദം പാടുന്നത് കൈശിക നിഷാദത്തിൻ്റെ പോലെയാണ് പാടുക. നീ ധ പ മ ഗ രി സ. മധ്യമൊക്കെ അതെ പഞ്ചമത്തോട് ചേർത്തിയിട്ടാണ് പാടുക.
സഗരി ഗമ പദ വസം സനീതവ മഗരേ സം നീതവ മഗരേ സനിതവ സഗം ഗമത മഗരേ മഗരേ. മധ്യമൊക്കെ അങ്ങനെയാണ് പിടിക്കുക. നീതവ മഗരേ സനിതവ സഗം ഗമപദവ സസം സരി നീതവ മഗരേ സനിതവ സം. അടുത്തത് ഇതിൽ വരുന്ന രാഗം അഠാണയാണ്. അഠാണ രാഗം ഇതേപോലെ ശങ്കരാഭരണത്തിൻ്റെ തന്നെ ജന്യാണ്. അതിനും ഒരു കൈശിക നിഷാദത്തിൻ്റെ പ്രയോഗം വരും. ഭാഷാങ്കരാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. സരി മ പനി സം സനി സദ മ ഗമരി സം. രണ്ട് തരത്തിലും ആരോഹണ അവരോഹണം കാണാം. സനി സദ പ മ പ ഗമരി സം. ഒന്ന് രണ്ട് തരത്തിലൊക്കെ കാണാം ആരോഹണം അവരോഹണം. സരി മ പ നി സം സനി സദ പ. അവിടെയും സനി ധ പ മ പ ഗമരി സ. സനി സദാപ എന്നല്ലാതെ സനി ധാപ എന്നും കാണാം. സ്വരമ പനി സം സനി സദാപ മ പ ഗമരി സ. തദര സനി സദ പാദനീദാനിദം. അവിടെ ഒരു പാദനീദാനിദം. അവിടെ ഒരു കൈശിക നിഷാദത്തിൻ്റെ ഒരു പ്രയോഗം വരും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാവം വരുന്നത്. ഷഡ്ജം ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം കാകലി നിഷാദം. അതുപോലെ അവരോഹണത്തിൽ ചതുശ്രുതി ദൈവതം, അന്തരകാന്താരം എല്ലാം വരും, എല്ലാ സ്വരങ്ങളും. കൈശിക നിഷാദം ഒരു അന്യസ്വര പ്രയോഗമായിട്ട് വരും, ഭാഷാംഗ രാഗമായിട്ട് അറിയപ്പെടും. അപ്പം അതിൻ്റെ വരികളൊന്ന് പാടി നോക്കാം. സരി സനി സധ നി സനി ധ പ മ പ ഗമരി സനി സരി മ പ നി സരി സരി മരി സനി രി സ നി ധ നി സരി സ നി ധ പ ഗമരി സ ഗരി നി സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി. അത് കഴിഞ്ഞാൽ വീണ്ടും കല്യാണി ആദ്യത്തെ ഒരു വരി പാടി നിർത്തണം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. സരി സനി സധ നി സനി ധ പ മ പ ഗമരി സനി സരി മ പ നി സരി സരി മരി സനി രി സ നി ധ നി സരി സ നി ധ പ ഗമരി സ ഗരി നി സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി. ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. ഒന്നുകൂടി ചെല്ലാം. സരി സ നി സ ധ, അതൊരു താളം. നി സ നി ധ പ മ, അതൊരു താളം. പ ഗ മ രി സ നി സ.
രി മാ പാ നി സ രി സാ രി മാ രി സ നി രി സാ നി ധ നി സ രി സാ നി ധ പ ഗ മ രി സ ഗ രി നി സ. അങ്ങനെ വരും. ഒരു തവണ കൂടി പാടാം, നോക്കിക്കോളൂ. സരി സ നി സ ധ നി സ നി ധ പ മ പ ഗ മ രി സ നി സ രി മാ പ നി സ രി സ രി മാ രി സ നി രി സ നി ധ നി സ രി സാ നി ധ പ ഗ മ രി സ ഗ രി നി സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി. ഇനി 2 രാഗം കൂടി ഉണ്ട്, സുരുട്ടിയും തോടിയും. അതിൽ ഒന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ കാണുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.